ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒറിജിൻ ആൻഡ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന ടോപ്പിക്കാണ്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒറിജിൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഗ്രൗണ്ട് സർഫസിൻ്റെ ബിലോ ആയിട്ടുള്ള റീജിയനിൽ ഒക്യുപ്പൈ ചെയ്യുന്ന വാട്ടർ, അതായത് റോക്സിൻ്റെ അല്ലെങ്കിൽ ജിയോളജിക്കൽ സ്ട്രാറ്റത്തിൻ്റെ വോയിഡ് സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യുന്ന വാട്ടറിനെയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്നുള്ള ടെർമിനോളജി വെച്ച് മീൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ജിയോളജിക്കൽ സ്ട്രാറ്റത്തിൽ റോക്സ് ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോക്സിൻ്റെ ഇടയിലുള്ള വോയിഡ് സ്പേസ്, അതായത് എം ടി സ്പേസസിൽ ഒക്യുപ്പൈ ചെയ്യുന്ന വാട്ടറാണ് ഗ്രൗണ്ട് വാട്ടർ. ആ ഒരു ജിയോളജിക്കൽ സ്ട്രാറ്റത്തിലെ വാട്ടർ ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു റീജിയനെ തന്നെ നമ്മൾ രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അൺസാച്ചുറേറ്റഡ് സോണും അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് സോണും. അതിൽ സാച്ചുറേറ്റഡ് സോൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വോയിഡ് സ്പേസ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടറാണ്. ഇനി അൺസാച്ചുറേറ്റഡ് സോൺ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സർഫസുമായിട്ട് ക്ലോസർ ആയിട്ടുള്ള ഒരു സോണാണ്. ആ ഒരു സ്പേസിൽ വോയിഡ് സ്പേസസ് എയർ ആൻഡ് വാട്ടറാണ്. അതായത് ആ ഒരു വോയിഡ് സ്പേസിൽ എയറും ഉണ്ടാവും, അതുപോലെ തന്നെ വാട്ടറും ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയാണ് ഫോം ചെയ്തതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോളജിക്കൽ സൈക്കിളിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കായിട്ട് ഒരു ഹൈഡ്രോളജി സൈക്കിളിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവോപ്പറേഷൻ. ഇവോപ്പറേഷൻ എന്ന് പറയുന്നത് വാട്ടർ ബോഡീസിലുള്ള വാട്ടറൊക്കെ എന്താണ് വാട്ടർ വേപ്പറായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പ്രോസസ്സ് ഈസ് പ്രിസിപ്പിറ്റേഷൻ. ആ ഒരു വാട്ടർ വേപ്പർ കണ്ടൻസ്ഡായി നമുക്ക് റെയിൻ, സ്നോ, ഹെയിൽസ് ആ ഒരു ഫോമിലേക്ക് എർത്തിലേക്ക് തിരിച്ചെത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി പ്രിസിപ്പിറ്റേഷൻ വഴി നമുക്ക് എന്താ ആ ഒരു വാട്ടർ വേപ്പർ കണ്ടൻസ്ഡായി നമ്മളെ എർത്ത് സർഫസിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് സർഫസിലേക്ക് തിരിച്ചെത്തി. ആ ഒരു തിരിച്ചെത്തിയ വാട്ടറിന് നമ്മൾ സോയിൽ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫിൽട്രേഷൻ. ആ ഒരു വാട്ടറിനെ സോയിൽ അബ്സോർബ് ചെയ്യുന്നതിനെയാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, കംപ്ലീറ്റ് പ്രിസിപ്പിറ്റേഷൻ വഴി ഭൂമിയിലെത്തിയ വാട്ടർ എന്ത് ചെയ്യുന്നില്ല, സോയിൽ അബ്സോർബ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പാർട്ട് ഓഫ് വാട്ടർ സർഫസ് റൺ ഓഫ് വാട്ടറായിട്ട് തിരിച്ച് നമ്മളെ വാട്ടർ ബോഡീസിലേക്ക് എത്തുന്നു. ഇതാണ് ബേസിക്കായിട്ട് ഒരു ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ നടക്കുന്ന പ്രോസസ്സ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ വോയിഡ് സ്പേസിൽ ഒക്യുപ്പൈ ചെയ്ത വാട്ടർ, അതായത് ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയാണ് ഫോം ചെയ്തത്. ഗ്രൗണ്ട് വാട്ടർ ഒറിജിനേറ്റ്സ് പ്രൈമർലി ഫ്രം മെറ്റീരിയോറിക് വാട്ടർ. അപ്പം ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഈ ഒരു മെറ്റിയോറിക് വാട്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ഒരു പറഞ്ഞ ഹൈഡ്രോളജിക്കൽ സൈക്കിളിൻ്റെ പാർട്ടാണ് ഈ ഒരു മെറ്റീരിയോറിക് വാട്ടർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പ്രിസിപ്പിറ്റേഷൻ വഴി, അതായത് റെയിൻഫോൾ അല്ലെങ്കിൽ സ്നോ, ഹെയിൽ സ്റ്റോൺസ് വഴി എർത്തിലേക്ക് നമുക്ക് ഗ്രൗണ്ട് സർഫസിലെത്തുന്ന വാട്ടറിനെ എന്താ സോയിൽ അബ്സോർബ് ചെയ്ത് അതിന് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ റോക്ക് ലെയേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് ഈ ഒരു ഡയറക്റ്റ് ഇൻഫിൽട്രേഷൻ വഴി നമുക്ക് മനസ്സിലാവും, ഫസ്റ്റ് അത് സാച്ചുറേറ്റഡ് സോണിലെത്തും. അവിടെ നിന്നും താഴേക്ക് പോയി സാച്ചുറേറ്റഡ് സോണിലെ വോയിഡ് സ്പേസ് കംപ്ലീറ്റ്ലി ഈ വാട്ടർ ഒക്യുപ്പൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം ബേസിക്കായിട്ട് നമുക്ക് പറയാം, ഈ ഒരു ഫസ്റ്റ് ഫോം ഓഫ് ഗ്രൗണ്ട് വാട്ടർ മെറ്റീരിയോറിക് വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രോളജിക്കൽ സൈക്കിളിൻ്റെ ഒരു പാർട്ടാണ്. പ്രിസിപ്പിറ്റേഷൻ വഴി ഗ്രൗണ്ട് സർഫസിലെത്തിയ വാട്ടറിനെ സോയിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അത് ഡിഫറെൻറ്റ് റോക്ക് ലെയേഴ്സിലൂടെ കടന്നിട്ട് സാച്ചുറേറ്റഡ് സോണിലേക്കാണ് ഫൈനലി ആ ഒരു വാട്ടർ എത്തുന്നത്. അതാണ് ബേസിക്കായിട്ട് മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഒരു മെറ്റീരിയോറിക് വാട്ടറിന് അഡീഷണൽ ആയിട്ട് നമുക്ക് വേറെയും വാട്ടേഴ്സ് ഗ്രൗണ്ട് വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയോറിക് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ വെരി ലെസ്സാണ്. കൊണേറ്റ് വാട്ടർ വിച്ച് ഈസ് ട്രാപ്ഡ് ഡ്യൂറിങ് സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ. ഈ ഒരു കൊണേറ്റ് വാട്ടർ എന്ന് പറയുന്നത് ഫോസിൽ വാട്ടർ എന്നും കൂടി നമ്മൾ പറയുന്ന ഒരു വാട്ടറാണ്. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ജുവനൈൽ ഓർ മാഗ്മാറ്റിക് വാട്ടർ.
ഈ ഒരു മാഗ്മാറ്റിക് വാട്ടർ അല്ലെങ്കിൽ ജുവനൈൽ വാട്ടർ എന്ന് പറയുന്നത് എർത്തിലെ ജിയോളജിക്കൽ ആക്ടിവിറ്റി കാരണം ഫോം ചെയ്യുന്ന ഗ്രൗണ്ട് വാട്ടറിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് ഓഫ് വാട്ടറിന് നമുക്ക് കുറച്ച് കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ, മെറ്റീരിയോറിക് വാട്ടർ. വാട്ട് ഈസ് ദിസ് മെറ്റീരിയോറിക് വാട്ടർ? നമ്മൾ പറഞ്ഞു ഹൈഡ്രോളജിക്കൽ സൈക്കിളിൻ്റെ പാർട്ടായിട്ടുള്ള ഒരേ ഒരു ഗ്രൗണ്ട് വാട്ടറാണ് മെറ്റീരിയോറിക് വാട്ടർ. ഈ ഒരു വാട്ടർ ഫോം ചെയ്യുന്നത് ബേസിക്കായിട്ട് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ വഴിയാണ്. വാട്ടർ വേപ്പർ ഇവോപ്പറേഷൻ നടന്നു, സെക്കൻഡ് പ്രോസസ് പ്രിസിപ്പിറ്റേഷൻ വഴി ആ ഒരു വാട്ടർ ഗ്രൗണ്ട് സർഫസിലെത്തുന്നു. ആ ഒരു വാട്ടറിനെ സോയിൽ അബ്സോർബ് ചെയ്തു, അതിനെ സാച്ചുറേറ്റഡ് സോണിലെത്തും. ഫൈനലി ആ ഒരു വാട്ടർ എവിടെയാണ് എത്തുന്നത്? സാച്ചുറേറ്റഡ് സോണിലെ വോയിഡ് സ്പേസ് കംപ്ലീറ്റ്ലി ഒക്യുപ്പൈ ചെയ്യുന്നത് ഈ ഒരു വാട്ടറാണ്. ഇതിനെയാണ് നമ്മൾ മെറ്റീരിയോറിക് വാട്ടർ എന്ന് കൊണ്ട് മീൻ ചെയ്തത്. ഈ ഒരു മെറ്റീരിയോറിക് വാട്ടറാണ് നമ്മൾ മേജർ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഡ്രിങ്കിങ് പർപ്പസ്, ഇറിഗേഷൻ പർപ്പസ്, ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫ്രഷ് വാട്ടറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയോറിക് വാട്ടറാണ്. പ്രിസിപ്പിറ്റേഷൻ വഴി എർത്തിലെത്തിയ വാട്ടറാണ് ഫൈനലി ഗ്രൗണ്ട് വാട്ടറായിട്ട് ഫോം ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞത്, പ്രിസിപ്പിറ്റേഷൻ, ഇൻഫിൽട്രേഷൻ. ആ ഒരു ഗ്രൗണ്ട് വാട്ടറിലെ വോയിഡ് സ്പേസിനെ ഫില്ല് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ റീചാർജ് എന്നുള്ള ടേം വെച്ച് മീൻ ചെയ്യുന്നത്. Recharge. The infiltered water reaches the saturated zone and become a part of groundwater system. Then it moves through the pores of rock and aquifer under gravity and pressure gradient. ആ ഒരു ടേമിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. എക്യുഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ജിയോളജിക്കൽ വാട്ടർ ബെയറിംഗ് ഫോർമേഷനാണ് എക്യുഫർ എന്ന് പറയുന്നത്. നമ്മൾ പ്രഷർ ഗ്രേഡിയൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സാച്ചുറേറ്റഡ് സോണിൽ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഇനി അൺസാച്ചുറേറ്റഡ് സോൺ ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് പ്രഷറാണ് അൺസാച്ചുറേറ്റഡ് സോണിൽ വരുന്നത്. സെക്കൻഡ് ടൈപ്പ്, കൊണേറ്റ് വാട്ടർ. Connate water refers to the water that is trapped in the pores of rock at the time of rock formation. നമുക്കറിയാം ഇനീഷ്യലി സെഡിമെൻ്ററി റോക്സ് ഒക്കെ സോളിഡിഫൈ ചെയ്തിട്ടാണ് ഫൈനലി ബിഗ് റോക്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റോക്ക് ഫോം ചെയ്യുന്ന സമയത്ത് ട്രാപ്പ് ചെയ്ത വാട്ടറാണ് കൊണേറ്റ് വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഫോസിൽ വാട്ടർ എന്നും കൂടി ഈ ഒരു കൊണേറ്റ് വാട്ടറിന് പറയുന്ന വേറൊരു പേരാണ് ഫോസിൽ വാട്ടർ. This is often associated with sedimentary rocks and remains in the rocks after the rock has been solidified. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മെറ്റീരിയോറിക് വാട്ടർ പറഞ്ഞു, അതൊരു ഫ്രഷ് വാട്ടർ സോഴ്സ് ആണ്. ബട്ട് നമുക്ക് കൊണേറ്റ് വാട്ടർ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ കഴിയില്ല, കാരണം അതൊരു സോൾട്ടി നേച്ചറുള്ള വാട്ടറാണ്. കൊണേറ്റ് വാട്ടർ ഈസ് ഓൾഡ്, സാൾട്ടി ആൻഡ് മിനറലൈസ്ഡ്. ഇറ്റ് ഈസ് ഫോം ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ് ഓഫ് സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ ആൻഡ് ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് റോക്ക് ഫോർമേഷൻ. ഇനീഷ്യലി സെഡിമെൻറ്റ്സ് ഒക്കെ കൂടി റോക്സ് ഫോം ചെയ്യുന്ന സമയത്ത് ട്രാപ്ഡ് ആയിട്ടുള്ള വാട്ടറാണ് ഈ ഒരു കൊണേറ്റ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഈ വാട്ടർ ഏത് സമയത്താണ് റിലീസ് ചെയ്യുന്നത്? റോക്ക് ഫോർമേഷൻ്റെ സമയത്ത് ഈ വാട്ടർ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു റിന്യൂവബിൾ വാട്ടർ സോഴ്സാണ്. നമുക്കറിയാം ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ വാട്ടർ എന്ന് പറയുന്നത് റിന്യൂവബിൾ ആണ്. വൺസ് ആ ഗ്രൗണ്ട് വാട്ടറിൻ്റെ സോഴ്സ് തീർന്നു കഴിഞ്ഞാലും അത് വീണ്ടും ഈ ഒരു ഇവോപ്പറേഷൻ നടന്ന് പ്രിസിപ്പിറ്റേഷൻ വഴി തിരിച്ച് ആ ഗ്രൗണ്ട് വാട്ടർ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു കൊണേറ്റ് വാട്ടർ എന്ന് പറയുന്നത് ഒരു നോൺ റിന്യൂവബിൾ സോഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാട്ടറിനെ നമുക്ക് എൻകൗണ്ടർ ചെയ്യാൻ പറ്റുന്നത് ഡീപ്പ് ഡ്രില്ലിംഗ് പ്രോസസ്സായിട്ടുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ്റെ സമയത്താണ് നമ്മൾ ഈ ഒരു വാട്ടറുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നത്. അതായത് മെറ്റീരിയോറിക് വാട്ടർ പോലെ നമുക്ക് ഡയറക്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വാട്ടർ അല്ല ഈ ഒരു ടൈപ്പ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ജുവനൈൽ വാട്ടറാണ്. ഇറ്റ് എമേർജസ് ഫ്രം ദ എർത്ത്സ് ഇൻറ്റീരിയർ ഡ്യൂറിങ് ടെക്ടോണിക് ഓർ വോൾക്കാനിക് ആക്ടിവിറ്റി. ജിയോളജിക്കൽ ആക്ടിവിറ്റീൻ്റെ ഫലമായിട്ട് കിട്ടുന്ന വാട്ടറാണ് ജുവനൈൽ വാട്ടർ എന്ന് പറയുന്നത്. ഈ ഒരു വാട്ടർ ഡീപ്പ് ഇൻസൈഡ് എർത്ത് സ്ട്രക്ചറിലാണ് നമുക്ക് ഈ ഒരു ജുവനൈൽ വാട്ടർ കാണുന്നത്. വോൾക്കാനിക് ആക്ടിവിറ്റി അതുപോലെ തന്നെ ടെക്ടോണിക് ആക്ടിവിറ്റീൻ്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന വാട്ടറാണ് ജുവനൈൽ വാട്ടർ.
ദിസ് ഈസ് ഓൾസോ നോട്ട് എ പാർട്ട് ഓഫ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. നമ്മൾ പറഞ്ഞു ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരേ ഒരു ഗ്രൗണ്ട് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് മെറ്റീരിയോറിക് വാട്ടർ ആണ്. ആൻഡ് കനോട്ട് വാട്ടർ ആൻഡ് juvenile water is not a part of hydrological cycle.